ഹായ് ഹലോ. ഇന്ന് ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് എഗ്ഗ് ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാന് ചൂടായ എണ്ണ ഒഴിച്ച് അതിലോട്ട് ഓൾ സ്പൈസസും അതുപോലെ പെരിഞ്ജീരകവും ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തു. ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തു. അതൊന്ന് നല്ല പച്ചമണം മാറി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിതിൽ അധികം മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല, അതായത് എഗ് മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് വീട്ടിലുള്ള മസാല വെച്ചിട്ടാണ് ചെയ്യുന്നത്. മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. എല്ലാം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ. സവാള ഒന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് അതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അതിലോട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി ഒന്ന് വേവാനായിട്ട് വെക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി പുഴുങ്ങിയ മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാല ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, അതുപോലെ ഞാൻ വീട്ടിൽ ഗ്രാമ്പൂ അതുപോലെ ഏലക്കാപ്പട്ടയൊക്കെ പൊടിച്ചിട്ടുള്ള വീട്ടിൽ തയ്യാറാക്കിയ ഒരു മസാലപ്പൊടിയാണ്. അത് ചെറിയ ഒരളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എഗ്ഗൊക്കെ ഒന്ന് ചേർത്ത് പാകമായി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിലായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന, അതായത് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഏകദേശം എഗ് ബിരിയാണി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. നല്ല ചൂടോട് കൂടിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അധികം മസാലകളും ഒന്നുമില്ലാത്ത ഒരു നല്ല സ്പൈസി ബിരിയാണി എന്ന് പറയാം. ഇതിനൊപ്പം സാലഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.